ഹായ്, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കുന്നതാണ്. എല്ലാ ഓണത്തിനും സേമിയ പായസം, അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ ഇങ്ങനെയല്ലല്ലേ ഉണ്ടാക്കല്. ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. ചേന വെച്ചൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേന മാത്രമല്ല, ചേനയിൽ വെച്ച് ക്യാരറ്റും പച്ചക്കായ ഇതെല്ലാം വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. വെജിറ്റബിൾ പായസത്തിന് വേണ്ട കഷ്ണമാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ചേന ഉണ്ട്, കായുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ചും ഉപ്പിടാം. കുറച്ചും മതി. പായസത്തിനായത് വെള്ളത്തിന് ഉപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇതിൽ നമുക്ക് കോയൊക്കെ വറുത്ത് വെച്ചെടുക്കാം. കൗത്തിന് കൊടുക്കും. കോയക്ക കണ്ടിപ്പറ്റും മുന്തിരിയിലോട്ട് 15 മിനിറ്റ് മുകളിൽ വരാനുള്ളതാണ്. അത് പൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ വറുത്ത് പൊരിച്ചെടുക്കാം. മുന്തിരിയായിട്ടുണ്ട്. അടുപ്പിട്ട് പരിപ്പായിട്ടുണ്ട്. ഇതും പോലും എടുക്കാം. ഇട്ടൊക്കെ നമുക്ക് ഇതിനൊന്ന് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇത് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ചേനയും ക്യാരറ്റും കായും അതെല്ലാം കൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് നെയ്യിലിട്ടിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഒരുക്കിയത് ഇത് നേരത്തെ ഒരുക്കിയത് വെച്ചിട്ടുണ്ട്. ഇത് കല്ലെല്ലാം ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലേ. ഞാൻ പാനി മാത്രം ചേർക്കുമ്പോൾ ചെടിയിൽ കല്ലുണ്ടേ. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ കൂട്ടാം. ഒന്നാം പാൽ കൂട്ടിട്ട് ഒന്ന് തള വന്നാൽ മതി. പിന്നെ അത് അപ്പോൾ ഓഫ് ചെയ്തേക്കാം. നെയ്യിലെല്ലാം നല്ല മണം വരുന്നുണ്ട്. നെയ്യിലാക്കിയതുകൊണ്ട് ഭയങ്കര മണമുണ്ട്. നല്ല മണമുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കോയക്ക
അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണ് നോക്കണേ. വെജിറ്റബിളിൻ്റെ പായസം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി പായസം, നല്ല ടേസ്റ്റ്. ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടില്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സ്വാദിലൊരു പായസമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എപ്പോഴും പറയുന്നതാണ് എനിക്ക് തന്നെ, എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.